ഫിലിം സ്റ്റോറി മാൻ മീഡിയയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഇപ്പോൾ ഈ പുള്ളി നിൽക്കുന്ന ഒരു നായകനാണ്. പക്ഷെ ഇദ്ദേഹത്തിൻ്റെ മുഖം നമ്മൾ പല സിനിമയിലും കണ്ടിട്ടുണ്ട്. കാരണം മലയാളത്തിൽ ഏത് സിനിമയൊക്കെ മീശ, കുത്തൂട് കുറേ വർക്കുകൾ ചെയ്തു. കുറെ എത്ര ഏകദേശം മലയാളത്തിൽ എത്ര 15ഓളം സിനിമയിൽ അഭിനയിച്ച അദ്ദേഹം ഈ സിനിമ ഈ അച്യുത അവതാരം എന്ന് പറയുന്ന സിനിമയിൽ ഒരു മെയിൻ കഥാപാത്രം ചെയ്യുകയാണ്. അതും മറ്റൊരു സംസ്ഥാനത്തെ ഡയറക്ടർ, സംസ്ഥാനം എന്നോണം പറയേണ്ടത്, ഇത് കേരള സംസ്ഥാനത്തിലാണെങ്കിൽ അദ്ദേഹം പുനിത് എന്ന് പറയുന്ന ഡയറക്ടർ. അപ്പം അദ്ദേഹത്തിൻ്റെ പടത്തിൽ ഇദ്ദേഹം കാസ്റ്റ് ചെയ്യപ്പെട്ടു, നല്ലൊരു വേഷം ചെയ്യുന്നു. ഇനി ആ പടത്തിൻ്റെ വിശേഷങ്ങൾ താങ്കൾ പ്രേക്ഷകരോട് പറയും. എല്ലാവർക്കും നമസ്കാരം, അഭിജിത്താണ്. നമ്മുടെ പുതിയ സിനിമ അച്യുതാവതാരം എത്രയും പെട്ടെന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്താൻ പോവുകയാണ്. അടുത്ത മാസം തന്നെ റിലീസ് ഉണ്ട്. തീയതി പ്രഖ്യാപിച്ചിട്ടില്ല, ഉടനെ വരും. അപ്പോൾ നമ്മുടെ സിനിമയ്ക്ക് നിങ്ങളുടെ അകമഴിഞ്ഞ പ്രോത്സാഹനം ഉണ്ടാകണം. കാരണം പ്രേക്ഷകരാണ് സിനിമ വിജയിപ്പിക്കേണ്ടത്. ഇതിൽ മോഹൻ എന്ന് പറഞ്ഞൊരു കഥാപാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. പ്രധാനപ്പെട്ട കഥാപാത്രമാണ്. പിന്നെ അമ്മ കഥാപാത്രം ചെയ്യുന്നത് പറയും. അതെ, അതെ, എൻ്റെ അച്ഛനായിട്ട് ചെയ്യുന്ന അവിനാഷ് സാറാണ് എൻ്റെ അച്ഛൻ കഥാപാത്രം ചെയ്യുന്നത്. അതുപോലെ തന്നെ അമ്മ കഥാപാത്രമായിട്ട് സീമ ചേച്ചി ചെയ്യുന്നുണ്ട്. സീമ ചേച്ചി ഇന്നിപ്പോൾ യാദൃശ്ചികമായിട്ട് ഇവിടെ എത്താൻ പറ്റില്ല. കാരണം ആ കലാകാരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മലയാള സിനിമയിൽ അവരുടെ വേറിട്ടൊരു ശബ്ദം സത്യം. കാരണം പുല്ലിപ്പുളികളും ആട്ടിൻകുട്ടികളും എന്ന സിനിമയിൽ നല്ലൊരു ക്യാരക്ടറാണ് അവർ ചെയ്തിരിക്കുന്നത്. സീമ ചേച്ചി സിനിമയിലുപരി ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങളും അതുപോലെ ജനകീയമായ ഒരുപാട് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കും. അവരുടെ സിനിമ പുള്ളിപ്പുലികളും ആട്ടിൻകുട്ടികളും അത് ജോസാറിന്റെ പടം. ജോക്കറിലൊക്കെ ഗംഭീര ക്രോണിക് ബാച്ചിലർ, അതെ, സിനിമകളിൽ ചെയ്തിട്ടുണ്ട്. ക്രോണിക് ബാച്ചിലറിലൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അദ്ദേഹത്തിന്റെ മകനായിട്ട് എനിക്ക് ഇതിൽ അഭിനയിക്കാൻ പറ്റിയതിൽ, അതുപോലെ സീമ ചേച്ചിയുടെ മകനായിട്ട് അഭിനയിക്കാൻ പറ്റിയതൊക്കെ എനിക്ക് ഒരുപാട് വലിയ എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു ഭാഗ്യമാണ്. കാരണം സീമ ചേച്ചി എന്ന് പറഞ്ഞാൽ സീമാജി നായർ എന്ന് പറയുന്നത് അവർ ഒരുപാട് ആർട്ട് ഫിലിമിലൊക്കെ ഉണ്ടെന്നോ, ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട് സീമ ചേച്ചി. അപ്പൊ അവരുടെ വ്യത്യസ്തമായിട്ടുള്ളൊരു ശബ്ദത്തിലൂടെ, വേറിട്ട ശബ്ദത്തിലൂടെ മലയാളികൾ എവിടെ അവർ സംസാരിച്ചാലും തിരിച്ചറിയാൻ പെട്ടെന്ന് ആരാണ് അത് സംസാരിക്കുന്നത്. കാരണം അത്രയ്ക്കും നല്ലൊരു ബോൾഡ് കഥാപാത്രങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. ശരിയാണ്. അപ്പോൾ താങ്കൾക്ക് ഈ ചിത്രത്തിന്റെ ഒരു ഔട്ട്ലൈൻ പറയാമോ പ്രേക്ഷകർ? ഈ സിനിമ പ്രത്യേകിച്ച് പറയുന്നത് ഇന്നത്തെ പുതിയ കാലഘട്ടത്തിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന, കാരണം നമ്മുടെ കയ്യിലുള്ള ഫോൺ, നമ്മുടെ കയ്യിലുള്ള മൊബൈൽ, ലാപ്ടോപ്പ്, നമ്മുടെ കയ്യിലുള്ള ആധുനികമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാം, നൂതനമായ ഉപയോഗിക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് തന്നെ എപ്പോൾ വേണമെങ്കിലും അപകടമായിട്ട് വരാം. അതാണ് ഈ സിനിമ പ്രമേയമായി എടുത്തിരിക്കുന്നത്. പിന്നെ യുവാക്കൾക്ക് കൂടുതൽ പ്രാധാന്യതയുണ്ട്. തീർച്ചയായിട്ടും. അതെന്താന്ന് വെച്ചാൽ ഇന്നത്തെ യൂത്ത് സ്നേഹത്തിനും ത്യാഗത്തിനും ഒക്കെ ഭയങ്കരമായിട്ട് പ്രാധാന്യം കൊടുക്കുമ്പോഴും അതിലുപരി പണത്തിന്റെ പിറകെയും മറ്റു ലഹരിയുടെ പിറകെയൊക്കെ പോകുമ്പോൾ സ്വന്തം വീട്ടുകാരെയും മക്കളെയൊക്കെ മറന്നു പോകുന്നുണ്ട്. അപ്പോൾ അതിനെ കൃത്യമായ രീതിയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് നമ്മുടെ സിനിമ. പിന്നെ മറ്റൊരു പ്രത്യേകത ഉണ്ട് ഈ സിനിമയിൽ. നമ്മുടെ വൈക്കം വിജയലക്ഷ്മി എന്ന് പറയുന്ന ഗംഭീരമായ അവരുടെ ആ ഗായിക. കാരണം അവര് ഏഷ്യാനെറ്റിലൊക്കെ വന്ന് നമ്മുടെ ഐഡിയ സ്റ്റാർ സിംഗിലൊക്കെ തകർത്ത് ഇപ്പം മലയാള സിനിമയിൽ എനിക്കൊന്ന് ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ട്. അത് വേറിട്ടൊരു ശബ്ദമാണ് വൈക്കം വിജയലക്ഷ്മി എന്ന് പറയുന്ന ആ ഗായികയുടെ. അവര് 5 പാട്ട് അല്ലെ, 5 പാട്ടിൽ പാടിയിട്ടുണ്ട്. അപ്പൊ ഇത് 5 ഭാഷകൾ ഇറങ്ങുന്ന പാടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ സിനിമ പ്രേക്ഷകർക്ക് മുന്നിൽ ഉടനെ എത്തുന്നതാണ്. ഇവരെയൊക്കെ നമുക്കൊന്ന് പ്രോത്സാഹിപ്പിച്ച് നമുക്ക് മലയാള സിനിമയിലൊന്ന് ഉറപ്പിച്ച് ഒരു സ്ഥാനം കൊടുക്കണം. ഒരു ഭാഗത്തുള്ള സ്ഥാനം പ്രേക്ഷകരാണ് നമ്മുടെ സിനിമ കാണേണ്ടത്, വിജയിപ്പിക്കേണ്ടത്. കാരണം ഈ അച്യുതാവതാരം നമ്മുടെ കുടുംബത്തിന്റെ കഥയാണ്, നമ്മുടെ വീട്ടിലുണ്ടാവുന്ന ഓരോ അംഗങ്ങളുടെയും കഥയാണ്, അവരുടെ പ്രശ്നങ്ങളുടെയും അവർ അഭിമുഖീകരിക്കുന്ന വിഷയങ്ങളൊക്കെ ഈ സിനിമ പറയുന്നുണ്ട്. എല്ലാ പ്രേക്ഷകരും എല്ലാവർക്കും കാണണം, എല്ലാവരും വിജയിപ്പിക്കണം. ഒരുപാട് സന്തോഷം. ഓക്കെ, താങ്ക് യു.